സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം പൈതഗോറസ്. ഏറ്റവും കുറഞ്ഞ വശങ്ങളുള്ള ബഹുഭുജം ഏതാണ്? ഉത്തരം ത്രികോണം. പൈയുടെ മൂല്യം എത്രയാണ്? ഉത്തരം 22/7 അല്ലെങ്കിൽ 3.14. 10 അധിഷ്ഠിതമാക്കിയുള്ള സംഖ്യാരീതി. ഉത്തരം ദശാംശ രീതി. ത്രികോണമിതിയുടെ പിതാവ് ആര്? ഉത്തരം ഹിപ്പാർക്കസ്. ശാസ്ത്രങ്ങളുടെ റാണി. ഉത്തരം ഗണിതം. ബൈനറി സംഖ്യാ സമ്പ്രദായം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ലിബിനിസ്. നീളം, വീതി, ഉയരം എന്നിവ തുല്യമായ സ്തംഭം ഏതാണ്? ഉത്തരം ക്യൂബ്. 5 എന്ന നമ്പർ അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാ സമ്പ്രദായത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ക്യൂനറി. ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ബ്രഹ്മഗുപ്തൻ. ഏത് സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാ സമ്പ്രദായമാണ് ഡീനറി? ഉത്തരം 10. വിശ്ലേഷക ജ്യാമിതിയുടെ പിതാവ് ആരാണ്? ഉത്തരം ദെക്കാർത്തെ. പൈയുടെ വില ആദ്യ 6 സ്ഥാനം വരെ കണ്ടുപിടിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? ഉത്തരം ആര്യഭടൻ. കണക്കുകൂട്ടൽ യന്ത്രങ്ങളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രം ഏതാണ്? ഉത്തരം കമ്പ്യൂട്ടർ. രാമാനുജൻ സംഖ്യ എത്രയാണ്? ഉത്തരം 1729. ലോഗരിതം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം നേപ്പിയർ. ഗണിതതിലകം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീപതി. ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം യൂക്ലിഡ്. ഗണിത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കാൻഡർ. മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം എന്ന് കരുതപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം യുക്തിഭാഷ. ചൈനയിൽ ആരംഭിച്ച പ്രശസ്തമായ ഒരു ഗണിതശാസ്ത്ര കളി ഏതാണ്? ഉത്തരം ടാൻഗ്രാം. ഹരിക്കപ്പെടുന്ന സംഖ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഹാര്യം. ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആർക്കിമിഡീസ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? ഉത്തരം 2. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.